മീറ്റിങ്ങുകളിലൂടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും മീറ്റിങ്ങുകളുടെ പ്രാധാന്യം നമുക്ക് ഓരോ പ്രാവശ്യവും എടുത്തു പറയേണ്ടതും അത് പറയുന്നതും അതോടൊപ്പം തന്നെ അതിനു വേണ്ടി നമ്മുടെ ലീഡേഴ്സ് വളരെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ നല്ല ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തന്നെയാണ്, എഫർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഓരോ പ്രോഗ്രാമുകളും അവതരിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ലൈവ് പ്രോഗ്രാമുകൾക്കാണ്. നമ്മൾ അതായത് സൈറ്റിലുള്ള ഹാൾ മീറ്റിങ്ങുകൾക്കാണ്. ഇപ്പൊ നമ്മൾ എപ്പോഴും ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നുണ്ട് 26 നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് നമ്മുടെ ഷാജി സാറും മനീഷ് സാറൊക്കെ എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വാധീനം, നമ്മുടെ ബിസിനസ്സിലുള്ള സ്വാധീനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൺലൈൻ മീറ്റിങ്ങുകളെ പോലെ അല്ല നമ്മുടെ ഹാൾ മീറ്റിങ്ങുകൾ. അതിനൊരു പ്രത്യേക വൈബും പ്രത്യേക സ്വാധീനവും നമ്മുടെ ബിസിനസ്സിൽ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. പറ്റുന്ന ആളുകളെല്ലാം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ വ്യക്തികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട്, നമുക്കറിയാം നമുക്ക് ഓരോ ലീഡേഴ്സും ഓരോ ആഴ്ചയിലും വന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, മനസ്സിലാക്കി തരുന്നു, നമ്മളത് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. ഓക്കെ, എപ്പോഴും ഞാൻ പറയുന്ന പോലെ, ഇപ്പോഴും പറഞ്ഞതുപോലെ നമുക്കറിയാത്ത പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയത് മീറ്റിങ്ങുകളിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് കൂടി ഇതിന്റെ സ്വാധീനം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യകതയും അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാധ്യതയും എത്തിച്ചു കൊടുക്കാനായിട്ട് ഞാൻ അടക്കമുള്ള ഓരോ ആളുകളും ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള കണ്ണൂരിന്റെ ലീഡർ ആയിട്ടുള്ള ഷാജി സാറാണ്. സാറ് നമുക്കറിയാം, സാറിന്റെ ക്ലാസ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഒരുപാട് മെസ്സേജുകൾ സാറ് നമ്മുടെ വോയിസ് ആയിട്ടും പോസ്റ്ററുകളായിട്ടും ഒക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷാജി സാർ നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നു. ഒപ്പം അതുകൊണ്ട് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഷാജി സാറാണ്. കൂടുതൽ സാറിനെ കുറിച്ച് പറയുന്നില്ല, നമുക്കറിയാം. സാറിനൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിർത്തി വെറും വേൾവൈൻ എന്ന അവരൊറ്റ ചിന്തയുമായിട്ടാണ് ഇപ്പോൾ സാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ സാറിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സംസാരിക്കാനായിട്ട് സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഷാജി സാർ. താങ്ക് യു മുജീബ് സാർ. ശബ്ദം ക്ലിയർ അല്ലേ സാർ? ക്ലിയർ സാർ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ഡിയർ അസോസിയേറ്റ്സ്. നമുക്ക് ഇവിടെ MC അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മുജീബ് സാറാണ്. അദ്ദേഹം സൗദി അറേബ്യയിലാണ്. ജോലി തിരക്കിനിടയിലും എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച നടക്കുന്ന NRI മീറ്റിങ്ങിൽ അദ്ദേഹം MC ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അസോസിയേറ്റ്സിനെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം NRIs ക്ലബ്ബ് മീറ്റിംഗ്, അതായത് നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ പരമാവധി അവരുടെ സമയം അവർക്ക് പങ്കെടുക്കാൻ പറ്റാവുന്ന രീതിയിലാണ് 10 മണിക്ക് ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. അതിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട അസോസിയേറ്റ്സും പങ്കെടുക്കുന്നു. ഇന്ന് പുതിയ ആളുകളൊക്കെ പങ്കെടുത്ത് കാണുന്നുണ്ട്. എല്ലാ ആഴ്ചകളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. നമുക്കറിയാം, ഞാനൊരു വിദേശത്ത് പോയ ഒരാളല്ല. പക്ഷേ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇന്നത്തെ പ്രോഗ്രാമിൽ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് വളരെയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരുപാട് പേരുണ്ടാവാം. നമുക്കറിയാം, ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ വീടും നാടും കുടുംബത്തെയും പ്രിയപ്പെട്ട ബന്ധങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് തനിച്ച് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത മറ്റൊരു ദേശത്ത് പോയി വളരെയേറെ അധ്വാനിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ വിദേശ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു ഹോം സിക്നെസ് എന്ന് പറയും. വീടുമായി വളരെ അഭേദ്യമായ ബന്ധം ഒരിക്കലും മുറിച്ചെറിയാനാവാത്ത വിധം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ യാത്രകളുമായി ബന്ധപ്പെട്ട് 2, 3, 4 ദിവസം തന്നെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ 2, 3 വർഷം നമ്മുടെ വീടും നാടും ഒന്നും കാണാതെ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിലൂടെ പല കഥകളും കേൾക്കുമ്പോൾ
വളരെയേറെ ദുഃഖം തോന്നാറുണ്ട്. കാരണം അവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്ക് നേടാൻ കഴിയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം പണമെന്ന് പറയുന്ന ആ വാല്യൂ കണ്ടെത്തുന്നതിന് ഒരു പരിധിയുണ്ട്, പരിമിതികളുണ്ട്. കാരണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള ഒരു വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് എനിക്ക് തോന്നുന്നു. അത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് മേഖലയിലെ തൊഴിലായാലും ശരി, അതിന് നമ്മളറിയാതെ എടുക്കേണ്ടി വരുന്ന ഒരു ഹൈ റിസ്കിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് വെച്ചാൽ, നമ്മൾ സ്വാഭാവികമായും ശീലിച്ചു പോയത് കൊണ്ടാണ്. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ അത് ഭയപ്പെടുത്തും. കാരണം ഞാൻ ഏതെങ്കിലും ഒരു പ്രൊഫഷനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ രീതിയിലല്ല ഈ ഒരു തോട്ട് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ പറയാം, ഒരു മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഡോക്ടർ എഴുതി കൊടുത്ത, കൺസെൻറ്റ് ചെയ്ത, അതിനനുസരിച്ച് അദ്ദേഹം മെഡിസിൻ നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറിയാതെ ഏറ്റെടുക്കുന്ന ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ, ഈ മെഡിസിൻ കഴിച്ച് ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കില്ല, പക്ഷെ എന്നാൽ പോലും ചിലപ്പോഴൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്, അത്തരത്തിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഒരു ജോലി എന്നുള്ള രീതിയിൽ മെഡിക്കൽ പ്രൊഫഷനിൽ ചെയ്യുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫ് ലോങ് വളരെയേറെ പ്രയാസപ്പെടേണ്ടി വരും. കേസ്, നിയമക്കുടുക്കുകൾ, അങ്ങനെ ഒരുപാട്. മെഡിക്കൽ മേഖലയിൽ, വാഹനങ്ങളുടെ മേഖലയിൽ ഒരു ബസ് ഓണർ, ഒരു 3, 4, 5 ബസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ആശങ്കകളായിരിക്കും. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അദ്ദേഹത്തിന് അതിൻ്റെ പിന്നെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും നിയമത്തിൻ്റെ പിന്നാലെ ഓടിത്തളരുന്ന ആ ഒരു റിസ്ക് അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വരും. സാധാരണ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് വളരെ വലിയ നിലകളിൽ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. അതുപോലെ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ച് കഴിക്കുന്ന അവൻ്റെ ഉള്ളിൽ കഴിക്കുന്ന ആഹാരം, അത് മെഡിസിൻ ആയിക്കോട്ടെ, ഏത് കാര്യങ്ങളായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന റിസ്കിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു നടുക്കമുണ്ടാവും. കാരണം നമ്മൾ കൊടുത്തൊരു ഭക്ഷണം കഴിച്ച് നമ്മൾ അറിയാത്ത കാരണത്താൽ എന്തെങ്കിലും സംഭവിച്ച് മരണമോ മറ്റു കാര്യങ്ങളോ ഫുഡ് പോയ്സണോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് വരെ ചെയ്ത ബിസിനസ്സിൽ എല്ലാ പണവും ഉണ്ടായാൽ പോലും അദ്ദേഹത്തിന് ഒരു പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന റിസ്ക്. അതുപോലെ തന്നെയാണ് ആക്റ്റീവ് ഇൻകത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, ആക്റ്റീവ് ഇൻകം അതാണ് നമ്മൾ ശീലിച്ചു വന്നത്, ഫോക്കസ് ചെയ്തുകൊണ്ട് സർക്കാർ ജോലി എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കുന്നത്. ഏകദേശം 10-25 വയസ്സ് വരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒത്തിരി പണം ചെലവഴിച്ചുകൊണ്ട്, അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചുകൊണ്ട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി നേടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഏകദേശം 60 ലക്ഷം രൂപ, 70 ലക്ഷം രൂപയൊക്കെ ഇപ്പോൾ നമുക്കവിടെ കൊടുക്കേണ്ടി വരും. എന്നാൽ പോലും അദ്ദേഹത്തിന് പെൻഷനാകുന്നത് വരെ ഈ ഒരു പണം തിരിച്ചു കിട്ടിയാലും വളരെ ചെറിയ തുക മാത്രമേ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഇൻകമായി ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ആ ഒരു റിസ്കിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ നമ്മുടെ NRIs ആയ അല്ലെങ്കിൽ നാട്ടിലുള്ള അല്പം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ബിൽഡിങ്ങുകളൊക്കെ എടുത്ത് വാടകയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് കാണാം. 10-50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിൽഡിങ് കെട്ടിപ്പൊക്കി അതിൻ്റെ വാടക വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും കഴിച്ച് എപ്പോഴാണ് അദ്ദേഹത്തിന് ലാഭം ലഭിക്കാൻ പോകുന്നത്? അങ്ങനെ നമ്മുടെ ലൈഫിലെടുക്കുന്ന ഒരു റിസ്കിൻ്റെ വ്യാപ്തി അറിയാതെയാണ് നമ്മൾ ഇന്ന് വരെ എല്ലാ പ്രോഗ്രാമുകളും ചെയ്തു പോന്നിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന നമ്മുടെ ഈ സിസ്റ്റം
ഇത്രയൊന്നും റിസ്ക് എടുക്കേണ്ടതില്ല എന്ന ഒരു ബോധ്യത്തിലാണ് ഞാൻ എപ്പോഴും മുന്നോട്ട് പോകാറുള്ളത്. കാരണം നമുക്കിവിടെ ഒരിക്കലും നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് പൊട്ടിത്തെറിക്കുന്നില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ, ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവൻ ആപത്ത് വരുന്ന രീതിയിലാണ് നമ്മുടെ തൊഴിൽ ഘടനകൾ മിക്കതും അടുക്കും ചിട്ടയോടുകൂടി രൂപവൽക്കരിക്കപ്പെട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്താണ്, നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തി ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ നമ്മുടെ ബിസിനസ് ചെയ്യുന്നു. ഒരിക്കലും നമുക്ക് എന്ത് സംഭവിക്കില്ല, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു ആപത്തും സംഭവിക്കില്ല. അത്രയും സെക്യൂറായി നമുക്ക് ബിസിനസ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയം ഉണ്ടാകും, നമുക്കിതിൽ നമ്മുടെ പണം നഷ്ടപ്പെട്ടാലോ? ഞാൻ ഉദ്ദേശിച്ചത് പേൾ വെയിൻ അല്ല. പേൾ വെയിനിൽ 100% ഞാൻ പറയാം, ഒരു രൂപ പോലും നിങ്ങളുടെ നഷ്ടപ്പെടില്ല. നമുക്ക് ചുറ്റും നഷ്ടങ്ങളുടെ കഥകൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ. ബൈ ചാൻസ് അങ്ങനെ നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് ആ മനുഷ്യന് അദ്ദേഹത്തിന് പണം തിരിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ഒരു രീതിയിലും ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പേൾ വെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്ന ഒരു കാര്യവുമില്ലാത്ത വളരെ വളരെ സന്തോഷത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ 2015 നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട പേൾ വെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ആശയം 2025 അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് മുന്നിൽ തുറന്ന് ലഭിക്കും എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വൈറ്റ് പേപ്പർ ഞാൻ എല്ലാ ഗ്രൂപ്പുകളിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും അത് വായിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് വായിച്ചാൽ അറിയാം, നമ്മുടെ സിസ്റ്റം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതാത് കാലയളവിലൂടെ പൂർത്തീകരിച്ച ഒരു സിസ്റ്റമാണ് പേൾ വെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും മാറിക്കൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ, വാർത്തകളിലൂടെ നമ്മൾ ഈ മാസം കടന്നു പോകുമ്പോൾ നമുക്കതറിയാം. ക്രിപ്റ്റോ കറൻസി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പാടി പഠിപ്പിച്ച പല്ലവികളാൽ നിറഞ്ഞ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഈ ഒരു കാര്യം ഇന്ന് നിലവിലുണ്ട് എന്ന ചിന്തയിലേക്ക് നമ്മുടെ ആളുകൾ എത്തിച്ചേർന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ പേൾ വെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ പോലും ഇപ്പോഴും ക്രിപ്റ്റോ കറൻസി, NFT ടോക്കൺ ഇതൊന്നും പറഞ്ഞാൽ നിലവിലില്ലാത്തതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ഒരു വലിയ വിഭാഗം ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. കഴിഞ്ഞ ദിവസം ഞാനും മനീസാറും കോഴിക്കോട് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ ബാങ്കിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മളവിടെ സംസാരിച്ചു. ഞങ്ങൾ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, ഡിജിറ്റൽ ബാങ്കിങ് ആണ്, NFT ടോക്കനാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള മാനേജർ നമ്മളോട് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഒന്നുകിൽ അവർ മനഃപൂർവ്വം പറയുന്നതാവാം, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാവാം. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, കുംഭമേള എന്ന് പറയുന്നത്. ആ കുംഭമേളയിൽ കോടിക്കണക്കിന് ആളുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ ടിക്കറ്റ് ക്രിപ്റ്റോ കറൻസി NFT ടോക്കണുകൾ വഴി, പോളിഗൺ വഴി ഒക്കെ എടുക്കുന്ന ഒരു വാർത്തകൾ നമ്മളെല്ലാവരും കേട്ട് കാണും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനിയായ ജിയോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ ടോക്കണിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വാർത്തകൾ നമ്മളൊക്കെ വായിച്ചു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങോട്ടൊന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മേഖലയിൽ നടന്ന ഒരുപാട് പറ്റിക്കപ്പെടലുകളെ കുറിച്ചാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്, എല്ലാ മേഖലകളിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നമ്മളതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ഇവിടെ ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൃത്യമായും ഈ ഒരു മേഖലയെക്കുറിച്ച് വളരെ നന്നായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പോം വഴിയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിരുന്നു. അതുപോലെ നിങ്ങൾക്കൊക്കെ വന്നു കാണും എന്നെനിക്കറിയാം. ഇന്ന് രാവിലെ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ രാവിലെ വന്നൊരു വാർത്ത, ഇന്ത്യയിൽ ഡിജിറ്റൽ കറൻസി ഫെബ്രുവരി ആദ്യവാരം നടപ്പിലാക്കുന്നു എന്നുള്ളത് പെട്ടെന്ന് നമ്മളൊക്കെ വളരെയേറെ സന്തോഷത്തിലാഴ്ത്തിയ ഒരു വാർത്തയായി വന്നു. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം അതൊരു പരസ്യമാണെന്നും അങ്ങനെയുള്ള തർക്കങ്ങളുമൊക്കെയായി നമ്മൾ ഇന്നത്തെ ദിവസം കടന്നുപോയി. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ പൊതുവെ കേരളത്തിലെ മലയാളികൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്തത്? ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്ന ആശയം ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങിയെന്ന് ഇന്ത്യയിലെ വിദ്യാഭ്യാസമുള്ള നമ്മുടെ യുവാക്കൾക്കും നമ്മുടെ പേൾവേനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും, ഇല്ലെങ്കിൽ ഈ ഒരു മേഖലയെ നിരീക്ഷിക്കുന്ന ആളുകൾക്കും അറിയാം. പക്ഷേ ഇതറിഞ്ഞിട്ടും ഇത് നടപ്പിലാവില്ല എന്ന് നടിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇപ്പോഴും ഈ ഒരു മേഖലയെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. പക്ഷേ മാറ്റം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ആരെയും കാത്തു നിൽക്കാതെ സംഭവിക്കുന്ന ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പലപ്പോഴും മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പിന്നോട്ട് പോയത് എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലായിരിക്കാം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ നമ്മൾ മനസ്സിലാക്കുകയും വളരെ ആത്മാർത്ഥമായി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വൈകിയ സമയത്ത് 10 മണിക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 2025 എന്ന് പറയുന്നത് ലോകത്തിൽ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. ടെക്നോളജിയുടെ കാര്യത്തിലായി കഴിഞ്ഞാലും എല്ലാ കാര്യത്തിലായി കഴിഞ്ഞാലും വെബ് 3യുടെ കാലഘട്ടത്തിലേക്കും മെറ്റാവേഴ്സിൻ്റെ കാലഘട്ടത്തിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ മാറ്റങ്ങളെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ കൂടെയുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സും പല വിധത്തിലുള്ള പല രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമുക്ക് എല്ലായ്പ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞൊരു ക്ലാസ്, അനിൽകുമാർ സാറിൻ്റെ ക്ലാസ് നമ്മളെല്ലാവരും കേട്ടതാണ്. വളരെ ഗംഭീരമായ ഒരു ക്ലാസ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനീഷ് സാറിൻ്റെ ക്ലാസ്, അശോക് സാറിൻ്റെ ക്ലാസ്, ബാബു സാർ, എല്ലാവരുടെയും ക്ലാസ്സുകൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം ക്രിപ്റ്റോ കറൻസി മേഖല, ഈ സാങ്കേതിക മേഖലയെക്കുറിച്ച് നമ്മളൊക്കെ എന്തൊക്കെയോ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും റിസ്ക് കുറഞ്ഞ, വളരെ സന്തോഷത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ. ഈ ഒരു പ്രോഗ്രാം 2015 നവംബർ 28 ആരംഭിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതൊരു ഇ-കൊമേഴ്സ് ബിസിനസ് വെബ്സൈറ്റാണ്. ഈ ഒരു സിസ്റ്റം അവതരിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന ഒരു മാത്തമെറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് നമ്മുടെ ഫൗണ്ടർ ആൻഡ് വിഷണറി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാം ലോകത്തിലൊരു 156 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാമായ, നമുക്കിങ്ങനൊരു അവസരം തന്ന ആ വ്യക്തിയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്ന ഫാമിലിയെക്കുറിച്ച് നമുക്ക് എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്നതാണ്. എന്നാലും ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. ലോകത്തിൽ ആദ്യം ബാങ്കിങ് സിസ്റ്റം അവതരിപ്പിച്ചത് ഈ ഒരു ഫാമിലിയാണ്. റോത്ത്ഷൈൽഡ് ഫാമിലി എന്നാണ് പറയുക. അതുപോലെ തന്നെ ലോകത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായ വമ്പൻ പ്രൊജക്റ്റിൻ്റെ പിന്നിൽ ഈ ഒരു റോത്ത്ഷൈൽഡ് ഫാമിലിയാണ്. ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ള കറൻസിയായ ഡോളർ അവതരിപ്പിച്ചത് ഈ റോത്ത്ഷൈൽഡ് ഫാമിലിയാണ്. അതുപോലെ മൂന്നാം ലോക രാജ്യങ്ങളിൽ വളരെയേറെ സാമ്പത്തിക സഹായങ്ങൾ എന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്